നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു റൂറൽ മേഖലയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാറിൽ നിങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നത്. റോഡിന്റെ രണ്ട് വശങ്ങളിലും മരങ്ങൾ നിൽക്കുന്നു. റോഡിൽ ഒരു തരത്തിലുള്ള ലൈൻ മാർക്സും ഇല്ല. നിങ്ങൾ വളരെയധികം റിലാക്സ് ആയിട്ട് 40 to 50 km/hലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് യാത്ര നടത്തുന്നു. ആരോ നിങ്ങളുടെ വാഹനത്തിന് മുൻപിലായി ക്രോസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ റിയാക്ട് ചെയ്ത് ബ്രേക്ക് പെഡലിൽ കാല് വയ്ക്കുന്നതിന് പോലും നിങ്ങൾക്ക് ടൈം ഉണ്ടാവുകയില്ല. എന്നാൽ നിങ്ങളുടെ വാഹനം ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെഡ് സ്റ്റോപ്പ് ആകുന്നു. ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ ഇഞ്ചുറീസോ ഇല്ലാതെ. അതെല്ലാവർക്കും ഒരു റിലീഫ് നൽകുന്നു. എന്നാൽ ഇതൊരു കാർ അഡ്വർടൈസിംഗ് വീഡിയോയിൽ നടക്കുന്ന സംഭവമല്ല. റിയൽ ആയിട്ട് ഒരു ടാറ്റ ഹാരിയർ EV ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് കാരണം എങ്ങനെയാണ് ഒരു ലൈഫിനെ സേവ് ചെയ്യുന്നത് എന്നുള്ള റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാരിയർ EVയുടെ ഡാഷ് ക്യാം ഫുട്ടേജ് ആണ്. ഹാരിയർ EVയുടെ ഡ്രൈവർ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാമത്തിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്നു. വളരെ കുറഞ്ഞ സ്പീഡിൽ തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. 30-ൽ തുടങ്ങി 40 കിലോമീറ്റർ വേഗത മാത്രമാണ് ആ വാഹനത്തിനുണ്ടായിരുന്നത്. റോഡിന്റെ വലത് സൈഡിൽ മാരുതി സുസുക്കി ഡിസയർ പാർക്ക് ചെയ്തിരിക്കുന്നു. റോഡിന്റെ ഇടത് സൈഡിൽ ഒരു ഓട്ടോറിക്ഷയും 3 പേരും നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാം നോർമലായിരിക്കുന്ന സമയത്താണ് ഡിസയർ പാർക്ക് ചെയ്തിരുന്നതിന്റെ പിൻവശത്തു നിന്ന് ഒരു കുഞ്ഞ് റോഡ് മുറിച്ചു കടക്കുന്നു. ഡിസയറിന്റെ പിന്നിൽ അങ്ങനെ ഒരു കുഞ്ഞ് നിൽപ്പുണ്ടോ എന്നുകൂടി അറിയാൻ സാധിക്കില്ല. റിയാക്ട് ചെയ്യുന്നതിന് പോലും ടൈമില്ല. ഈ സമയത്ത് ഹാരിയർ EV ഓട്ടോമാറ്റിക് ആയിട്ട് എമർജൻസി ബ്രേക്കിംഗ് അപ്ലൈ ചെയ്ത് വാഹനം സ്റ്റോപ്പ് ആക്കുന്നു. എല്ലാവരും ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് എന്താണ് നടന്നതെന്ന് റിയലൈസ് ചെയ്യാൻ പോലും സാധിക്കാതെ ഷോക്കായി നിൽക്കുന്നു. ഈ ഇൻസിഡന്റിന്റെ ഹീറോ എന്ന് പറയുന്നത് ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് തന്നെ പറയാം. ഈ AEBS ഫീച്ചർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനുള്ള കാരണം കാറിന്റെ ഡ്രൈവർ ഓവർ സ്പീഡിൽ അല്ലാത്തതുകൊണ്ടാണ്. ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഹൈ സ്പീഡിൽ വർക്ക് ആകുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ 100% എഫക്റ്റീവ്നെസ് ലോ സ്പീഡിലാണ് ആക്യുറേറ്റ് ആകുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഫീച്ചേഴ്സ് വളരെയധികം പ്രീമിയം ആയിട്ടുള്ള കാറുകളിൽ മാത്രമാണ് അവൈലബിൾ ആയിരുന്നത്. ഇന്ത്യൻ എൻവയോൺമെന്റിൽ ഇതെങ്ങനെയാണ് സൂട്ടബിൾ ആകുന്നത്, അതും മാസ് മാർക്കറ്റ് കാറുകളിൽ എന്ന പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ എൻവയോൺമെന്റിലാണ് ഇത് കൂടുതൽ ആവശ്യമെന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് ഇതുപോലെ സഡൻ ആയിട്ട് കിഡ്സ് റോഡ് ക്രോസ് ചെയ്യുന്നത്, ഏത് വഴിയാണ് ഓട്ടോറിക്ഷയും കാറും ബൈക്കും ഒക്കെ ക്രോസ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കാത്ത കണ്ടീഷനിൽ ബസ്സും ലോറിയും ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കാതെ ക്രോസ് ചെയ്യുമ്പോൾ, മാത്രമല്ല വാഹനങ്ങൾ റോങ് സൈഡിൽ ക്രോസ് ചെയ്യുമ്പോഴും കറക്റ്റായ ട്രാഫിക് കൾച്ചർ ഇതുവരെയും പാലിക്കാത്ത ഇന്ത്യൻ റോഡിന് തന്നെയാണ് ഇത് ഏറ്റവും അധികം ആവശ്യം. ഈ അഡാസ് ഫീച്ചർ എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് ചോദിച്ചാൽ, കാറുകളിലുള്ള ഫ്രണ്ട് ക്യാമറ, മുൻപിലുള്ള വാഹനങ്ങൾ, പെഡസ്ട്രിയൻസ്, മറ്റ് ക്രോസിംഗ്സ് ഇവയെല്ലാം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് റഡാർ സെൻസർ വഴി കാറിൽ നിന്ന് ഒബ്ജക്ട്സ് എത്ര ദൂരത്തിലാണ് ഉള്ളതെന്നും ഡിറ്റക്ട് ചെയ്യും. ഓപ്പോസിറ്റുള്ള ഒബ്ജക്ട്സിന്റെ ഡിസ്റ്റൻസും എടുത്തുകൊണ്ട് എപ്പോ ബ്രേക്ക് അപ്ലൈ ചെയ്താലാണ് ഒബ്ജക്ട്സും കാറുമായി സ്റ്റോപ്പ് ആകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് സിസ്റ്റം നിങ്ങൾക്ക് വിഷ്വൽ അല്ലെങ്കിൽ ഓഡിയോ അലേർട്സ് നൽകും. നമ്മൾ അതിനെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ചെയ്യും. എമർജൻസി സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് അപ്ലൈ ആകും. ഇതിന്റെ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ മില്ലി സെക്കൻഡ്സിലാണ് നടക്കുന്നത്. ഇതുപോലൊരു ഓട്ടോണോമസ് ഫീച്ചർ കാരണം ഒരു ഹാരിയർ EVയിൽ തന്നെ കോയമ്പത്തൂരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട സംഭവവും നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഫീച്ചർ കാരണം പല ജീവനുകൾ സേവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫീച്ചറിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.